ഹായ്, വെൽക്കം ടു ലെക്ചർ നോട്ട്സ് ബൈ ആദി. ഇന്ന് അജന്ത എല്ലോറ ഗുഹകളുടെ ആകർഷകമായ ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 1819 ബ്രിട്ടീഷ് കുതിരപ്പടയുടെ ഒരു ഉദ്യോഗസ്ഥനായ ജോൺ സ്മിത്ത് കടുവയെ വേട്ടയാടാനായി ഇന്നത്തെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹം വഗോര എന്ന നദിക്ക് മുകളിൽ ഒരു ഗുഹാമുഖം കണ്ടെത്തി. അതിനുള്ളിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പ്രയാസകരമായിരുന്നു. ഗുഹയുടെ മധ്യത്തിലായി ബോധിസത്വത്തിന്റെ പ്രതിമ അദ്ദേഹത്തെ ആകർഷിച്ചു. ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കുന്നതിന് മുൻപുള്ള മുൻകാല ജീവിതങ്ങളിലൊന്നിനെ പ്രതിനിധീകരിക്കുന്ന രൂപമായിരുന്നു അത്. അതിൽ സ്മിത്ത് തന്റെ പേര് കൊത്തിവെച്ചു. ശേഷം ഇന്നും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന ചരിത്ര സ്മാരകവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതും ഇന്ത്യയിലെ 7 അത്ഭുതങ്ങളിലെ 2 അജന്ത എല്ലോറ ഗുഹകൾ. AD 500-നും 1100-നും ഇടയിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ചാലൂക്യ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ബുദ്ധ ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. AD 500 മുതൽ 900 വരെ ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശം ഹിന്ദു ഗുഹകളും നിർമ്മിച്ചു. AD 860 മുതൽ 1317 വരെ ഭരണത്തിലുണ്ടായിരുന്ന യാദവ രാജവംശം ജൈന ഗുഹകളും നിർമ്മിച്ചു. AD 388 മുതൽ 456 വരെ ഭരണത്തിലുണ്ടായിരുന്ന ത്രൈക്കൂടക രാജവംശവും AD 250 മുതൽ 270 വരെ ഭരണത്തിലുണ്ടായിരുന്ന വാകാടക രാജവംശവുമാണ് എല്ലോറയിലെ ആദ്യകാല ഗുഹകൾ നിർമ്മിച്ചതായി കരുതപ്പെടുന്നത്. വിഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും കൊത്തുപണികൾക്കും ശില്പങ്ങൾക്കും പുറമെ ബഹുനില കെട്ടിടങ്ങളിലായി താമസസ്ഥലങ്ങൾ, പാചകപ്പുര, റീഡിംഗ് റൂംസ്, മെഡിറ്റേഷൻ റൂമുകൾ എന്നിവയും കാണാം. ഏറ്റവും പ്രശസ്തമായ ബുദ്ധഗുഹയാണ് വിശ്വകർമ്മ ഗുഹ. ഹിന്ദു ഗുഹകളിൽ വളരെ സങ്കീർണവും അവിശ്വസനീയമായ നിർമ്മിതിയാണ് കൈലാസ ക്ഷേത്രം. കൈലാസ പർവ്വതത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വതന്ത്രമായി നിൽക്കുന്ന ഒറ്റ കല്ല് പാറയിൽ കൊത്തിയെടുത്ത ബഹുനില ക്ഷേത്ര സമുച്ചയമാണിത്. കണക്കുകൾ പ്രകാരം ഈ ബഹുനില ക്ഷേത്ര സമുച്ചയം മാത്രം പൂർത്തിയാക്കാൻ 100 വർഷമെടുത്തു.